മറ്റൊരു വിഷയം ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സർക്കാർ മുഖ്യമന്ത്രി ബന്ധപ്പെടുന്നത് ഏറ്റവും ജനകീയ സമരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ പോലുള്ളവർ മുൻകാലത്തിന്റെയും പൈയുടെയും പദ്ധതി അതിനെ എതിർത്തവരാണ് ഇപ്പോൾ അതിന്റെ അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ ഒരു അസാധാരണമായ കഴിവ് ഒരു നുണ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെയൊന്ന് താൻ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നിയമസഭയിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള സമരം അവിടെ നടന്നിട്ടുണ്ട്. ആ സമരത്തിൽ അന്ന് ഭൂമിക്ക് കൂടുതൽ നഷ്ടപരിഹാരം ലഭിക്കണം എന്ന ആവശ്യവും ചില സ്ഥലങ്ങളിൽ വീടിനോട് ചേർന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതിന്റെ അലൈൻമെന്റ് മാറ്റം വരുത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇവരൊരു നോട്ടീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇങ്ങനൊരു ബോംബാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്ഥലത്തേ പോയിട്ടില്ല, നിയമസഭയിൽ തന്നെ പറഞ്ഞു. അതുപോലെ പുറത്തും പറയുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എറണാകുളം ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു കേന്ദ്ര നിയമമാണ് 10% മാത്രമേ ഉപയോഗ മൂല്യമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അന്ന് ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഇതേ വാദം ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്ന് പ്രായോഗികമതിയായ മുഖ്യമന്ത്രി പിണറായി ചോദിച്ച ചോദ്യം ഭൂമിയുടെ വില ആര് നിശ്ചയിക്കും? അത് സർക്കാരാണ്. അപ്പോൾ യഥാർത്ഥ നഷ്ടപരിഹാരം ലഭിക്കുന്ന രൂപത്തിൽ വില നിശ്ചയിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ നഷ്ടപരിഹാരം ലഭിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ അവിടെ ഇടുകയും ചെയ്തു. നേരത്തെ തടയാൻ വന്ന ആളുകൾ 2-3 ലൈൻ വേണം ഇട്ടോ എന്ന അഭിപ്രായത്തിലേക്ക് മാറിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ക്യാമറ വന്നു. ക്യാമറ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു AMC കൊടുത്തതാണല്ലോ, പിന്നെ AMCക്ക് എങ്ങനെയാണ് ഈ പണം? അപ്പം ഞങ്ങൾ വിശദീകരിച്ചത് AMC എന്നുള്ളതല്ലത്, ഇതിന്റെ സമരം സഹിക്കാൻ അതിന്റെ പോസ്റ്റൽ ചാർജ് അങ്ങനെ എല്ലാം വിശദീകരിച്ചിട്ടും അദ്ദേഹം AMC എവിടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹൈക്കോടതി പോയി കേസ് കൊടുത്തു. ഹൈക്കോടതി ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു ആ കേസ്. എന്നിട്ടും അദ്ദേഹം ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ചോദിച്ചത് എന്താ? വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ. തുരങ്കപ്പാത നിങ്ങളുടെ ഫയലുകൾ നോക്കൂ, ഇവിടെ അനുവദിക്കില്ല, ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നല്ലേ വയനാട് തുരങ്കപ്പാതയെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പദ്ധതിയെ സംബന്ധിച്ചുള്ള നിലപാട് എന്തായിരുന്നു? അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പൊതുവായ നിലപാടാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പോൾ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പെൻഷൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാരാണ്? അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം അവർ സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിവുകൾ സഹിതം തുറന്നു കാട്ടപ്പെട്ടാലും അങ്ങനെ തുറന്നു കാട്ടപ്പെട്ടൊന്ന് തൻ്റെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല എന്ന മട്ടിൽ തുടർച്ചയായി ഈ നുണ ആവർത്തിക്കുന്നതിൽ അസാധാരണമായൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് കേരളം ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF കേരളത്തിന് എതിരായി നിൽക്കുന്നു എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയാം. ഒരു കേരള വിരുദ്ധ മുന്നണി. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവാകേണ്ടത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകരുത് എന്ന് അദ്ദേഹത്തോട് സഭയ്ക്കകത്ത് ഞങ്ങൾ എല്ലാവരും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം കേരള വിരുദ്ധ മുന്നണിയുടെ നേതാവായിട്ടാണ് പ്രവർത്തിക്കുന്നത്.